ഓക്കെ, സോളാർ വെച്ചെന്ന് പറയാനായിട്ട് ഇപ്പോൾ ഞാനൊരു കഴിഞ്ഞ 2 വർഷമായിട്ട് മീൻസ് ഈ ഇലക്ട്രിസിറ്റിയുടെ ബിൽ ഈ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി ബില്ലാണ് ഏറ്റവും വലിയ സംഭവം. നമ്മൾ യൂസേജ് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര 6000, 7000, 5000 ആ ലെവലൊക്കെ തന്നെ വന്നുകൊണ്ടിരുന്നത് ആവറേജ്. അപ്പോൾ അതുകൊണ്ട് ഈ സോളാർ ഇപ്പോൾ പല സ്ഥലത്ത് നമ്മൾ കണ്ട് യൂട്യൂബിൽ കണ്ടിട്ടാണ്. ശരി, നിങ്ങളെയാണെങ്കിലും നമ്മൾ യൂട്യൂബിൽ കണ്ട് നമ്മൾ മീൻസ് അത് കുറേ സ്റ്റഡി ചെയ്ത് അറിയാവുന്നവർ ചോദിച്ചു അങ്ങനെ മീൻസ് ഓക്കെ നമുക്ക് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഇപ്പോൾ ഈ മാസങ്ങളിൽ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് സമയം ഉണ്ടായിരുന്നതുകൊണ്ട് വെച്ചു. കുഴപ്പമില്ല, ഇപ്പോൾ ഭംഗിയായിട്ട് ഓടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ എനിക്കൊന്ന് കുറച്ച് കുറവാന്ന് തോന്നുന്നു സംഭവം അല്ലേ. ഈ വെയിലിൻ്റെയൊക്കെ ഇതനുസരിച്ചിട്ട് കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും ആവറേജ് ഓക്കെയാണ്, ഭംഗിയായിട്ട് നടക്കുന്നു. പിന്നെ ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഒരു വണ്ടി ഇലക്ട്രിക് വണ്ടി വാങ്ങിക്കുവാണെങ്കിലും അതും നമുക്ക് യൂസ്ഫുള്ളാണ്. പിന്നെ കുക്കിംഗ് ആണെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ എല്ലാം കൂടെ നോക്കുമ്പോൾ നമുക്ക് എനിക്കൊന്ന് ഇലക്ട്രിസിറ്റിയെക്കാളും മീൻസ് വളരെ ലാഭകരമാണ് സംഭവം. സോളാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇനിഷ്യലി നമ്മൾ മുടക്കുന്ന കുറച്ചൊരു എമൗണ്ട് ഉണ്ടാവും, അതുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് റിക്കവർ ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് എൻ്റെ ഇവിടുത്തെ ഈ സംഗതി ഇലക്ട്രിസിറ്റിയുടെ ബില്ലൊക്കെ നോക്കുവാണെങ്കിൽ ഒരു 3 വർഷം അല്ലെങ്കിൽ മാക്സിമം 4 വർഷത്തിനകത്ത് ഞാൻ ഈ മുടക്കി മുതൽ ശരിക്കും തീർച്ചയായിട്ടും തിരിച്ചു വരും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ കാൽക്കുലേറ്റാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ആ കാൽക്കുലേഷനാണ് ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ആ ഒരു ബേസ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ മീൻസ് 100% ഇത് മീൻസ് നമുക്ക് ഫ്രണ്ട്ലി ആണല്ലോ, എക്കോ ഫ്രണ്ട്ലി അല്ലേ സംഭവം. മീൻസ് വേറെ മീൻസ് പ്രകൃതിക്ക് ദോഷം ചെയ്യുന്നൊന്നുമില്ല. വണ്ടിയാണെങ്കിലും നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള പെട്രോൾ വണ്ടി പോലെ ഉള്ള ആ ഇത് ഒന്നുമില്ലല്ലോ. മീൻസ് എല്ലാം കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. വേറെ മീൻസ് ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളോ വേറെ ഒരു രീതിയും പ്രകൃതിക്ക് ഉണ്ടാകുന്നില്ല. അപ്പോൾ അതും ഒരു നല്ല കാര്യമാണ്. അങ്ങനെ നമ്മളെല്ലാവരും ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണത്. കാരണം എത്രത്തോളം ആൾക്കാർ ഇത് വെക്കാൻ സാധിക്കുന്ന അത്രയും വെക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എല്ലാവരും ഇപ്പം ഹൈ ഈ ലെവലിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് യൂസേജ് അനുസരിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണമുണ്ട്. വളരെ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പം ഇത് 29-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി നാളെ വന്ന് നെറ്റ് മീറ്റർ പിടിപ്പിച്ച് 29-ാം തീയതി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ആവറേജ് ഒരു 15-16 യൂണിറ്റ് വെച്ചിട്ട് എനിക്കൊന്ന് ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയറിലേക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്കും കിട്ടുന്നുണ്ട് 16-ന് താഴെ. പിന്നെ ഒരു ദിവസം മൊത്തം ഇല്ലായിരുന്നു, കറണ്ടില്ലായിരുന്നു മൊത്തം. അവർ എനിക്കൊന്ന് ഹൈ ടെൻഷൻ്റെ ഈ ലൈനിലെന്തോ ടച്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഒരു ദിവസം മൊത്തം കറണ്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം വന്നത്. അല്ലെങ്കിൽ 16-ന് മേളിലുണ്ടായിരുന്നു ഡെയിലി. ഇനിയിപ്പം മെയിനായിട്ട് നമുക്ക് അടുത്ത മെയിൻ ആയിട്ടുള്ള ആ ഒരു സമ്മർ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അതാണ് ഏറ്റവും മെയിൻ സംഭവം. ആ ഹൈ പീക്ക് ടൈമിൽ ഇപ്പം പീക്ക് ടൈം എന്ന് പറയുമ്പോൾ എപ്പോഴാണ് നമുക്ക് ഏപ്രിൽ മെയ് അല്ലേ, മാർച്ച് ഏപ്രിൽ മെയ് ആ സമയം അല്ലേ. ആ സമയത്തൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മൾ ഈ ഉദ്ദേശിച്ച അത്രയും ആ ഒരു പ്രൊഡക്ഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. നിങ്ങളെല്ലാം കൊണ്ട് നിങ്ങളുടെ പണിയും എല്ലാം എനിക്കിഷ്ടപ്പെട്ടു. കാരണം അതിൻ്റെ ഇൻസ്റ്റലേഷൻ ആണെങ്കിലും എല്ലാം ഞാൻ അന്ന് കോട്ടയത്ത് വന്ന് കണ്ട് എനിക്കിഷ്ടപ്പെട്ട ആ ഒരു ഇത് കാണാൻ വേണ്ടി ഞാൻ കോട്ടയത്ത് വന്നിരുന്നില്ല. അത് കണ്ട് കഴിഞ്ഞപ്പോഴാണെങ്കിലും അതൊക്കെ നിങ്ങളിവിടെ വന്ന് പണി ചെയ്തൊക്കെ ആണെങ്കിലും വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ പറയാനുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് പിടിപ്പിച്ചിരിക്കുന്ന ഷീറ്റിന് മേളിലാണ് പിടിപ്പിച്ചത്. നമ്മുടെ റൂഫ് ടോപ്പ് ഷീറ്റാണ്. അതിന് മേളിൽ വാക്ക് വേ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ വാക്ക് വേയിൽ എനിക്ക് വളരെ ഈസിയായിട്ട് കയറാൻ പറ്റുന്നുണ്ട്, കയറി ക്ലീൻ ചെയ്യാനും പിടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും വർക്ക് വൈസ് വളരെ എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് വെച്ചിരിക്കുന്ന ആണെങ്കിലും 2 സൈഡിലേക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ കൂടെ ആണെങ്കിലും വാക്ക് വേയിലൂടെ നടന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതും വളരെ നല്ലൊരു കാര്യം തന്നെ. ഇൻസ്റ്റലേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു നല്ല കാര്യം തന്നെയാണത്. ഇലക്ട്രിസിറ്റിയുടെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി എനിക്ക് വന്നിട്ട് ആവറേജ് ഒരു 4000-5000 വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് കൂടുതൽ വന്നു. കാരണം അത് ഫാദർ എക്സ്പയർ ആയ ആ ഒരു സമയത്ത് കുറച്ച് കറണ്ട് കൂടുതൽ ആ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് 7000 ആണ് അന്ന് അന്നേരം ലാസ്റ്റ് വന്ന ബില്ല്. പക്ഷേ ഷുവറായിട്ട് എനിക്കറിയാം ഇതിന് കുറയും. കാരണം നമ്മൾ ആ ഒരു ആവറേജ് പ്രൊഡക്ഷനും നമ്മുടെ എക്സ്പെൻസും എല്ലാം നോക്കുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു യൂണിറ്റോട് നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വ്യത്യാസം വരും. ഇലക്ട്രിക്കൽ അതിൻ്റെ ഇൻസ്റ്റലേഷൻ ഈ പാനലും ഇലക്ട്രിക്കലിൽ ഒറ്റ ദിവസം കൊണ്ട് തീർന്നു. പിന്നെ അന്ന് മീൻസ് അതിൻ്റെ ഈ പാനലൊക്കെ ഉള്ള ബേസ് വെൽഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ദിവസത്തേക്ക് വന്നല്ല. ബാക്കി അത് കഴിഞ്ഞിട്ട് പണി ഒറ്റ ദിവസം കൊണ്ട് തീർന്നു. പണി മീൻസ് ഒരിക്കലും നിങ്ങൾ പറഞ്ഞതിനേക്കാൾ എനിക്ക് വളരെ ഈസി ആയിട്ട് തീർന്നു. എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് നിങ്ങൾ തീർത്ത് 10 ദിവസം കൊണ്ട് തന്നെ പണി നിങ്ങൾ തീർത്ത് ആ കംപ്ലീറ്റ് പരിപാടിയും. പിന്നെ ഇലക്ട്രിസിറ്റിയുടെ നമുക്ക് ആ ഒരു ഓതറൈസേഷന് വേണ്ടി മാത്രമുള്ള ആ ഒരു കുറച്ച് സമയം നമുക്ക് പോയെന്നേ ഉള്ളൂ. അവർ ആ മീറ്റർ കൊണ്ട് പിടിപ്പിക്കാനൊക്കെ ആയിട്ടുള്ള ആ ഒരു സമയം പോയെന്ന് ഏതാണ്ട് ഒരു മാസത്തോളം എനിക്ക് വന്നൊരു 3 ആഴ്ച മിച്ചം അതിനുവേണ്ടി പോയി. ബാക്കി നിങ്ങളുടെ പണിയായിട്ട് ഇൻസ്റ്റലേഷൻ ഒരിക്കലും ലാഗ് ചെയ്തിട്ടില്ല. കാരണം കറക്റ്റായിട്ട് നിങ്ങൾ പറഞ്ഞതിനേക്കാളും നേരത്തെ നിങ്ങൾ പണി തീർത്ത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ തീർത്ത് ഒരാഴ്ച. കാരണം ഏറ്റവും വലിയ സംഭവം ഇലക്ട്രിക്കലും ആ പാനൽ ഇൻസ്റ്റലേഷൻ വരുന്നു 8 ദിവസം കൊണ്ട് തന്നെ തീർന്നില്ല. അത് 8 ദിവസം കൊണ്ട് തീർന്നത്. അപ്പോൾ പിന്നെ 8 ദിവസം എടുത്തുള്ളൂ. രാവിലെ നിങ്ങൾ നേരത്തെ വന്ന് വൈകിട്ട് കുറച്ച് ലേറ്റായിട്ട് പോയി. പക്ഷേ ബാക്കി ഭംഗിയായിട്ട് പരിപാടിയെല്ലാം തീർത്തു. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. കേട്ടോ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ 8 ദിവസം കൊണ്ട് വന്ന് പരിപാടി തീർക്കാന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമാണ്. ഇതിപ്പോൾ 5 കിലോവാട്ടാണ്. 5 കിലോവാട്ടൊക്കെ 8 ദിവസം ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞാൽ അത്രത്തോളം ആൾക്കാരുണ്ടായിരുന്നു. കേട്ടോ, അതൊരു വലിയ സംഭവമായിരുന്നു. നിങ്ങൾ കൂടുതൽ ആൾക്കാർ വന്നു ചെയ്തു.
തീർന്നു. അതൊക്കെ വളരെ നല്ല കാര്യം തന്നെ. അപ്പം ഞാനിനിപ്പം ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ സോളാറിനെ കുറിച്ച് പറയാനുള്ള മാക്സിമം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം എന്നെക്കാളും കൂടുതൽ ഇപ്പം ഈ പറഞ്ഞതിനേക്കാളും കൂടുതൽ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് അല്ലേ, ആൾക്കാർ പറഞ്ഞത് നിങ്ങൾ തന്നെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യം. പിന്നെ നിങ്ങളുടെ പരിപാടി, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്തു. കമ്പനി ആണെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാവിധ സഹകരണത്തിനും ഞാൻ വളരെയധികം നന്ദി പറയുന്നു. വളരെ നല്ല കാര്യമാണ്. നിങ്ങളെല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് വിളിച്ചപ്പോഴേക്കാണെങ്കിലും സ്ലോമയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു. കാരണം സ്ലോമയെ വിളിച്ചപ്പോഴൊക്കെ ഓടി വരികയും ചെയ്യുകയും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ചോദിക്കുന്ന എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരികയൊക്കെ ചെയ്തു കേട്ടോ. സ്ലോമയ്ക്ക് പ്രത്യേക താങ്ക്സ്. പിന്നെ എസ്പെഷ്യലി നിങ്ങളുടെ കമ്പനിക്ക് വളരെയധികം നന്ദി.